Jaya, what is this? This is a ചെടി. അതല്ല, ഇത് വീടാണോ അത് നഴ്സറി ആണോ? അതെന്തോ അങ്ങനെ ചോദിച്ചേ? ഇവിടെ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നിർത്തിയിട്ടില്ലേ? അത് കാരണം എനിക്ക് രാത്രി ഇത്തിരി പോലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അയ്യോ, അത് മോക്ക് മാത്രമല്ല, കുറച്ച് ദിവസം നമുക്ക് ആർക്കും ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളെ കണക്കാണോ ഞാൻ ഇന്ന് 9 മണിക്ക് ഉറക്കം എഴുന്നേറ്റത്. മോർണിംഗ് ചെയ്യേണ്ട എൻ്റെ ഡെയിലി റൊട്ടീൻ എല്ലാം മുടങ്ങി. എൻ്റെ കരാട്ടെ പ്രാക്ടീസ്, എൻ്റെ മെഡിറ്റേഷൻ എല്ലാം പോയി. അത് മോളെ, മോക്കത് ഇനിയും ചെയ്യാമല്ലോ. ബിഫോർ സൺറൈസ് ചെയ്യേണ്ടതൊക്കെ ഞാൻ ആഫ്റ്റർ സൺറൈസ് ചെയ്താൽ മതിയോ? അല്ല, മോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ആ കുഞ്ഞാണെങ്കിൽ 1.5 വയസ്സേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ കരയല്ലേ ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണമെന്ന്. എൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടാണോ ആ കുഞ്ഞിനെ എവിടെ പിടിച്ച് താമസിപ്പിച്ചത്? അത് പിന്നെ ഒരു കുഞ്ഞിനെ പെരുവഴിയിൽ അങ്ങ് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ മോളെ. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. അയ്യോ, അത് പറ്റൂല. ആ കുഞ്ഞിൻ്റെ അമ്മ ഇവിടെ കുഞ്ഞിനെ കൊണ്ട് വയ്ക്കുമ്പോഴേ ഒരു സുനാപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുഞ്ഞിവിടെ ഉള്ള കാര്യം വേറെ ആരും അറിയരുതെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിട്ട് അത് നമ്മളെന്തിനാ അനുസരിക്കുന്നത്? അല്ല മോളെ, ഒരു ഛേദമില്ലാത്ത ഉപകാരമല്ലേ, അത് നമ്മൾ ചെയ്യണ്ടേ. മോളൊന്നും കൊണ്ടും പേടിക്കണ്ട. ഒരു 2 ദിവസം കൂടെ മോൾ ക്ഷമിക്ക്, ഞാൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം ഉണ്ടാക്കിയാലും എനിക്ക് അതേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി ആ കൊച്ചിവിടെ കരഞ്ഞ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഡിക്റ്റേറ്റീവ് ജേർണലിസ്റ്റ് ആണ് പോലും. നിനക്ക് നാണമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ? എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ എന്നെ കയറി ചൊറിയുന്നേ? ഇവിടെ ഒരു കൊച്ചിനെ ആരോ കൊണ്ട് വെച്ചിട്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിനക്കൊണ്ട് പറ്റുമോ? ബുൾഷിറ്റ് നിന്റെ അമ്മായി. ആ കൊച്ചേ ഇവിടെയുള്ള ആരുടെയോ പരിചയക്കാരനെന്ന വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട്. അത് നിന്റെ ആവാടി. നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ അപരാധങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റൂ. ബ്ലഡി യെല്ലോ പേപ്പർ. യു നോ യു ആർ എ ബിഗ് ഫെയിലിയർ. ഇവളൊന്നും എന്റെ പോയിന്ന് മേടിക്കും. എന്തോന്ന് ചെയ്യാൻ പോണം? അല്ലെങ്കിലേ അവൾ എനിക്ക് തല്ലണം. എന്തിന്? അവള് പറഞ്ഞു കേട്ടില്ലേ ഞാൻ ഫെയിലിയർ ആണെന്ന്. എന്തോന്ന് മോളെ, അതൊക്കെ ചുമ്മാ പറഞ്ഞിട്ട് പോണല്ലേ. മോളെ ഫെയിലിയർ ആണ്. ഇത്ര പഠിച്ച് ജയിച്ചിട്ടല്ലേ മോക്ക് ജോലി കിട്ടിയത്. മോളെ ഫെയിലിയർ ആണെങ്കിൽ ജോലി കിട്ടുമോ? എന്നാൽ അങ്കിൾ എനിക്ക് അവളൊന്ന്. അയ്യേ മോളെ, ഇതൊക്കെ ചീള് കേസ് മോളെ. മോൾ ഇങ്ങനെയുള്ള കാര്യം ഒന്നും ഇടപെടരുത്. മോക്കാണെങ്കിൽ അങ്ങ് ബോംബെയിൽ മോള് വലിയ വലിയ കാര്യങ്ങളായിട്ടല്ലേ ഇടപെട്ടത്. മറ്റേ ഇബ്രാഹാം അവിടെ ദാവൂദ് ഇബ്രാഹാം അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വെറും ചീളല്ലേ മോളെ. എന്തിന് ഈ ചീള് കേസിലൂടെ ഒക്കെ വഴക്കിടാൻ പോണത്? അങ്കിളെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അയ്യോ, എനിക്ക് മനസ്സിലായോണ്ടല്ലേ ഞാൻ മോളടുത്ത് പറഞ്ഞു തന്നെ, ഇങ്ങനെയുള്ള ചീള് കേസെടുത്തൊന്ന് വഴക്കിടാൻ പോവല്ലേ മക്കളെ. അടിയും കൂടരുതേ. ശരി മക്കളെ. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ആ കുഞ്ഞാരാണെന്ന് ഒന്ന് കാണിച്ചു തരണേ. ആരോ കുഞ്ഞാണെന്നൊന്ന് കാണിച്ചു തരണേ. എൻ്റെ ദൈവമേ, ഒരിക്കൽ ഒന്ന് സഹായിക്കും പ്ലീസ്.